മുംബൈ ഭീകര ആക്രമണത്തിന്റെ മുഖ്യ പ്രതികളിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ 16 വർഷത്തിനു ശേഷം ഇന്ത്യൻ നിയമത്തിനു മുന്നിൽ എത്തിപ്പെട്ടു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ പാക് കനേഡിയൻ ഭീകരൻ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തിനെതിരെ പോരാടുന്ന ആരുമായിക്കൊള്ളട്ടെ, ഏത് തണലിൽ ഒളിച്ചാലും വെറുതെ വിടില്ലെന്ന ഇന്ത്യയുടെ ഇച്ഛാശക്തിയാണ് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. 166 പേരെ കൂട്ടക്കുരുതി നടത്തിയ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യയെ എത്തിച്ചപ്പോൾ റാണ പാക് പൗരനല്ല, കനേഡിയൻ പൗരനാണെന്ന നിലപാടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്വീകരിക്കുന്നത്. 2 പതിറ്റാണ്ടായി തൻ്റെ പൗരത്വം പുതുക്കാൻ റാണ പരിശ്രമം നടത്തിയിട്ടില്ലെന്ന് പാക് വിദേശകാര്യ വക്താവ് പറയുന്നത്. പക്ഷെ തീവ്രവാദത്തിന് കൂട്ടുപിടിക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിലൂടെ. കാനഡയിലേക്ക് കുടിയേറിയവർക്ക് പാകിസ്ഥാൻ ഇരട്ട പൗരത്വം നൽകില്ല. അതുകൊണ്ട് തന്നെ റാണ കനേഡിയൻ പൗരനാണെന്ന് വ്യക്തമാണ്. പാക് വിദേശകാര്യ വക്താവ് പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരുന്ന റാണയെ ഏറ്റുവാങ്ങാൻ ഡൽഹിയിലെ പാലം വ്യോമസേന താവളത്തിൽ ഇന്ത്യൻ അധികൃതർ കാത്തു നിൽക്കുകയാണ് പാകിസ്ഥാന്റെ ഈ പ്രതികരണം വരുന്നത്. റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണയ്ക്ക് ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഭീകരരുമായി പാക് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. പാക് US ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നതിനും തെളിവുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതി ഹർജി തള്ളി. അതോടെ റാണയുടെ ജീവിതകഥയും ലോകമാധ്യമങ്ങളിൽ ചർച്ചയായി. 1961 ജനുവരി 12 പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചിചാവദിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് തഹാവൂർ ഹുസൈൻ റാണ ജനിച്ചത്. ബന്ധുക്കളെല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരുമായിരുന്നു. പിതാവ് ലാഹോറിനടുത്തുള്ള ഒരു ഹൈസ്കൂൾ പ്രിൻസിപ്പളുമായിരുന്നു. റാണയുടെ സഹോദരന്മാരിൽ ഒരാൾ പാകിസ്ഥാൻ സൈനിക ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും എഴുത്തുകാരനുമാണ്. മറ്റൊരാൾ കനേഡിയൻ രാഷ്ട്രീയ പത്രമായ ദി ഹിൽ ടൈംസിലെ പത്രപ്രവർത്തകനാണ്. സ്കൂൾ കാലം തൊട്ടു തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി റാണയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ദാവൂദ് സയ്യിദ് ഗീലാനി എന്നാണ് ഹെഡ്ലിയുടെ യഥാർത്ഥ പേര്. ഹെഡ്ലിയുടെ മാതാവ് അമേരിക്കൻ വംശജയും പിതാവ് പാകിസ്ഥാനുമായാണ്. മിലിറ്ററി റെസിഡൻഷ്യൽ കോളേജായ ഹസൻ അബ്ദാൽ കാഡറ്റ് കോളേജിൽ പഠിക്കുന്നതിനിടെയാണ് ഹെഡ്ലിയുമായി റാണ കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത്. എപ്പോഴും ഒന്നിച്ചുള്ളതിനാൽ ഇവർ സഹോദരങ്ങളാണെന്ന് പലരും സംശയിച്ചു. ഇരുവരും തമ്മിൽ സ്വവർഗാനുരാഗ ബന്ധം വരെ ചിലർ സംശയിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പഠിക്കാനും റാണ മിടുക്കനായിരുന്നു. ഡോക്ടറായ അദ്ദേഹം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ റാണ 1997 ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് കുടിയേറി. ഡോക്ടറായ അദ്ദേഹവും ഭാര്യയും 2001 ജൂണിൽ കനേഡിയൻ പൗരത്വം നേടി. പാക് പട്ടാളത്തിൽ നിന്ന് അനുമതിയില്ലാതെ മുങ്ങിയതിന് ആദ്യകാലത്ത് റാണയ്ക്കെതിരെ ജന്മനാട്ടിൽ കേസുണ്ടായിരുന്നു. പാകിസ്ഥാനിലേക്ക് വരുന്നതിന് നിരോധനവും ഉണ്ടായിരുന്നു. പിന്നീട് ലഷ്കർ തോയ്ബയുടെ പ്രവർത്തകനും ISIയുടെ ചാരനുമായി അദ്ദേഹം മാറി. സഹപ്രവർത്തകയും ഡോക്ടറുമായ സംറാസിനെയാണ് റാണ വിവാഹം കഴിച്ചത്. 97 സിയാച്ചിനിലേക്ക് മാറിയതോടെ കടുത്ത ശ്വാസതടസ്സത്തിന് കാരണമാവുന്ന പൾമണറി എഡിമ രോഗബാധിതനായി എന്നും അതിനാലാണ് സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയത് എന്നുമാണ് റാണ പറയുന്ന വിശദീകരണം. കാനഡയിൽ നിന്ന് റാണ പതുക്കെ അമേരിക്കയിലേക്ക് കടന്നു. തുടർന്ന് ഷിക്കാഗോയിൽ സ്ഥിരതാമസമാക്കിയ ശേഷം റാണ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടു. ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള ഒരു ഇമിഗ്രേഷൻ സേവന ഏജൻസിയായ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ അദ്ദേഹം സ്ഥാപിച്ചു. മുംബൈയിൽ വരെ അതിന് ബ്രാഞ്ചുകൾ ഉണ്ടായി. കോടീശ്വരനായ ഒരു വ്യവസായി എന്ന നിലയിലേക്ക് ഇയാൾ അപ്പോൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അവിടെയും മതപ്പണി റാണ കളഞ്ഞില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അദ്ദേഹം മറന്നില്ല. ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി ആടുകൾ, ചെമ്മരിയാടുകൾ, പശുക്കൾ എന്നിവയെ അറുക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു ഹലാൽ കശാപ്പുശാലയും അദ്ദേഹം സ്ഥാപിച്ചു. ഷിക്കാഗോയുടെ വടക്കൻ ഭാഗത്തുള്ള ഒരു വീട്ടിലായിരുന്നു റാണയുടെ കുടുംബം താമസിച്ചിരുന്നത്. മേൽക്കൂരയിലെ വലിയ
സാറ്റലൈറ്റ് ഡിഷ് ഉപയോഗിച്ച് ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് നേരത്തെ വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അയൽക്കാർ അദ്ദേഹത്തെ മറ്റുള്ളവരുമായി അപൂർവമായി ഇടപഴകാത്ത ഒരു ഏകാന്ത വ്യക്തിയായി വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പ്രാദേശിക കുട്ടികളുമായി ഇടപഴകാറില്ല. ശരിക്കും ഇസ്ലാമിക ജിഹാദികളുടെ അതേ രീതിയിൽ തന്നെയായിരുന്നു റാണയുടെ പ്രവർത്തനം. ബിസിനസ് സംരംഭങ്ങൾക്ക് പുറമെ റാണയ്ക്ക് ഒട്ടോവയിൽ ഒരു വീടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരനും താമസിക്കുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും ഭീകര സംഘടനകളുമായി ബന്ധമില്ല. പക്ഷേ ഡോക്ടറും ബിസിനസ്സുമാനുമായി ഒക്കെ പ്രവർത്തിക്കുമ്പോഴും റാണ ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയിൽ അംഗമായിരുന്നു. പാക് ചാര സംഘടനയായ ISIയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നീടാണ് വെളിപ്പെട്ടത്. എന്നാൽ ഇന്ത്യൻ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം മുംബൈയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന 2005 ആരംഭിച്ചിരുന്നു. ലഷ്കർ എ തോയ്ബ നേതാവ് സജീദ് മീർ, പാകിസ്ഥാൻ പൗരനായ മേജർ ഇക്ബാൽ എന്നിവർ ഹെഡ്ലിയെ കുടുക്കിയത് ഹെഡ്ലിയും മറ്റൊരു മുതിർന്ന പാക് സൈനിക ഉദ്യോഗസ്ഥനുമാണ്. റാണ തൻ്റെ ഇമിഗ്രേഷൻ ഏജൻസി നൽകുകയും മുംബൈയിലെ ടാർഡിയോയിൽ ഒരു ശാഖ തുറക്കുകയും ചെയ്തു. 2006 2008 ഇടയിൽ ഹെഡ്ലി മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഓഫീസായിരുന്നു ഇത്. ഹെഡ്ലി മുംബൈയിലേക്ക് 5 യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു. മിർ, റാണ, മേജർ ഇക്ബാൽ തുടങ്ങിയവർക്ക് GPS കോർഡിനേറ്ററുകൾ കൈമാറിയ ശേഷമാണ് ഹെഡ്ലി ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചത്. ഭീകരാക്രമണം നടത്തിയ 10 ലഷ്കർ ഇ തോയ്ബ ഭീകരർക്ക് ഈ കോർഡിനേറ്ററുകൾ കൈമാറി. ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റാണ മുംബൈ സന്ദർശിക്കുകയും രാജ്യത്തെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തുകയും ചെയ്തു. റാണയെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറുന്നത് മുംബൈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാർ, കൈകാര്യം ചെയ്തവർ, ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ സഹായിക്കും. സാമ്പത്തിക തലസ്ഥാനം ആക്രമിച്ച 10 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സഹായിച്ചതിൽ പാകിസ്ഥാൻ ഏജൻസികളുടെയും സൈന്യത്തിൻ്റെയും മറ്റുള്ളവരുടെയും പങ്ക് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായേക്കാം. ഇതുവരെ പേര് പുറത്തു വരാത്ത മറ്റ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന വിവരങ്ങളും റാണ ചിലപ്പോൾ പുറത്തു കൊണ്ടുവന്നേക്കാം. US കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്താൻ ഉത്തരവിട്ട ദേശീയ അന്വേഷണ ഏജൻസി NIA, അത് കേസിൽ അദ്ദേഹം പ്രതിയാണ്. മുംബൈ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് റാണയ്ക്കെതിരെ പ്രാഥമിക കേസ് മുംബൈ ക്രൈംബ്രാഞ്ചിന് പക്കലും ഉണ്ട്. കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളും 6ാം പ്രതിയുമാണ് ഇയാൾ. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ ഹെഡ്ലി ഇപ്പോൾ US കസ്റ്റഡിയിലാണ്. ആക്രമണത്തിനിരയായ സ്ഥലങ്ങളിലൊന്നായ താജ്മഹൽ പാലസ് ഹോട്ടലിൽ ഭാര്യയോടൊപ്പം ഇയാൾ താമസിച്ചിരുന്നു.